ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? ഒരു ബ്രൂട്ടൽ ഫോൾ ആയിരുന്നു അല്ലെ. ഒരു വൺ ഡയറക്ഷൻ ഫോൾ എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പോലും പ്രോപ്പറായിട്ട് ഗ്രീൻ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇങ്ങനെയുള്ള ഈ മാർക്കറ്റിൽ റിവേഴ്സൽ ട്രേഡ് എടുത്തിട്ട് കോൺട്രാ ട്രേഡ് എടുത്തിട്ട് നല്ലൊരു പെർസെൻറ്റേജ് ആളുകൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് പറയാനാണ്? എനിക്കറിയാം മാർക്കറ്റിൽ റിയൽ മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളെ തുടക്കത്തിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാം. നമ്മളെ മൊത്തം കൊണ്ടുപോകുന്ന നമ്മുടെ ഇമോഷൻസ് ആയിരിക്കും. നമുക്ക് തോന്നലുകൾ ഉണ്ടാവും. ഓക്കെ, മാർക്കറ്റ് ഇത്ര താഴേക്ക് വീണല്ലോ, ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറണം, അവിടുന്ന് താഴെ വീണ അടുത്തൊരു സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറണം. ഈ തിരിച്ചു കയറണം എന്ന് ആലോചിക്കുന്നതിന് കൂടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ബേസിക് ആയിട്ട് നിങ്ങളൊരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസുകൾ പകുതി കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താലോചിച്ചാൽ മതി എന്നറിയാം. എൻ്റെ അപ്പുറത്തിരിക്കുന്നവൻ എന്ത് ചിന്തിക്കും എന്നുള്ളത് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്നവൻ മുകളിലേക്ക് മൊമെൻറ്റം ഉണ്ടാക്കാൻ കഴിവുള്ളവൻ, മുകളിലേക്ക് മൊമെൻറ്റം ഉണ്ടാക്കുന്നവൻ PE സെല്ല് ചെയ്യുന്നവരാണ്. ഇത്രയും ഷാർപ്പായിട്ട് ഫാള് വരുന്ന ഒരു മാർക്കറ്റിൽ അവനൊരു പൊസിഷനെ ബിൽഡ് ചെയ്യൂല. അവൻ ഏതെങ്കിലും പ്രോപ്പർ റിവേഴ്സലിൽ നിന്ന് പ്രോപ്പർ സെറ്റപ്പ് എന്ന മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് കണ്ടാൽ മാത്രമേ അവനൊരു പോയിന്റിൽ നിന്ന് ബൈനെ കുറിച്ച് ആലോചിക്കുള്ളൂ. അതായത് PE സെല്ല് ചെയ്യുന്നതിൻ്റെ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തമാശക്കിലല്ലോ നമ്മൾ എല്ലാ ദിവസവും HDFC എന്ത് ചെയ്യുന്നു, ICICI എന്ത് ചെയ്യുന്നു, മറ്റവൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ബാങ്ക് ഇന്ന് ബുള്ളിഷായിട്ട് ഏതെങ്കിലും ഒരു പാറ്റേൺ കാണിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി ഒറ്റക്ക് പറന്നു പോകുന്ന പരിപാടി? എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിനെ കൊണ്ടുപോകുന്ന ഇവരാണ്, സ്റ്റോക്കുകളാണ് അല്ലേ. സോ HDFC ഒരു പിടുത്തം വിട്ട് HDFC താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ 30% ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും ബാങ്ക് സപ്പോർട്ട് ചെയ്താൽ ഇന്നത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും സപ്പോർട്ടാണ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ 10,000 കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാവാം. 10,000 കാര്യങ്ങൾ ഇൻ ദ സെൻസ് FIIസും DIIസും FIIs കുറച്ച് കാലങ്ങളായിട്ട് സെല്ലിങ്ങും മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു ഫോൾ ആണോ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് 1500 പോയിന്റിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഫോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ബട്ട് ഞാനവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മാർക്കറ്റ് അനാലിസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായത് 47,000 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 47,000 ഷാർപ്പ് ഫോൾ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു കറക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുമുണ്ട്. ബട്ട് ഇനിയും ഇതിൻ്റെ താഴത്തേക്ക് വരികയാണ്. നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 500 പോയിന്റ്സ് നിഫ്റ്റി, അതായത് ഫ്രം ടോപ്പിൽ നിന്ന് 500 പോയിന്റ്സ് 1500 പോയിന്റ്സ് ബാങ്ക് നിഫ്റ്റി ഫോളോ ആയിട്ടുണ്ട്. ആൻഡ് നാളെ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ലോയിനെ നാളെ നിഫ്റ്റി വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല ഒരു ഫോളോ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്നൊക്കെ പറയില്ലേ, ആ ടീമുകളൊക്കെ പേടിക്കാൻ തുടങ്ങും. കാരണം അത്യാവശ്യം നല്ല ഫോൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, പ്രോപ്പർ കറക്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു ബ്ലഡ് ബാത്ത് കൂടി കാണാനുള്ള പ്രോബബിലിറ്റി അവിടെയുണ്ട്. സോ പറഞ്ഞു വന്ന പോയിന്റ് എന്താ വെച്ചാൽ നമ്മുടെ തോന്നലുകളെ മാറ്റി നിർത്തുക. നമ്മുടെ കൂടെ ആരെങ്കിലും ഒരു പോയിന്റിൽ ബൈ ചെയ്യാൻ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുക. നാളത്തേക്കും അത് തന്നെയാണ്. പ്രോപ്പറായിട്ടൊരു പ്രൈസ് ആക്ഷൻ കാണിക്കാണ്ട്, പ്രൈസിനെ പ്രോപ്പർ റിവേഴ്സൽ കാണിക്കാണ്ട് ഒരു കാരണവശാലും അവിടുന്ന് ബൈ എന്നുള്ള രീതിയിൽ ആലോചിക്കാനേ പാടില്ല. നമ്മളൊരു ഇൻട്രാഡേ ട്രേഡറാണ്, നമ്മൾക്ക് യാതൊരുവിധ ബയാസുകളും ഉണ്ടാവാൻ പാടില്ല. ആൻഡ് നമ്മൾ എന്താണോ മാർക്കറ്റ് നമ്മളോട് പറയണത് ആ ഒരു പോയിന്റിൽ നിന്ന് ട്രേഡ് എടുക്കുക. ആ ഒരു പോയിന്റിൽ വിത്ത് ലോജിക്, വിത്ത് റീസൺ സ്റ്റോപ്പ് ലോസ് ആണ് കിട്ടുന്നതെങ്കിൽ ഓക്കെ. എനിക്ക് തോന്നി എന്നുള്ളത് ഒരിക്കലും ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു കാരണമല്ല എന്നുള്ളതാണ്. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റൂഡായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ കാരണം ഇത് തന്നെയാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് പൈസ ഇങ്ങനെ കളയുന്നുണ്ട്. ഇത് എത്രയാണ് നമ്മൾ കളഞ്ഞത് എന്നുള്ളത് ബാക്ക് ഓഫീസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു പെയിന് വരാനുണ്ട്. വൺസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ലോസുകൾ നമുക്കൊരിക്കലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം വീണ്ടും പ്രോഫിറ്റ് കാണുമ്പോഴേക്കും നമ്മൾ പേടി വന്നുകൊണ്ടേയിരിക്കും. കാരണം അത്രയും ഭയങ്കരമായിട്ടൊരു ലോസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഓൾറെഡി മാർക്കറ്റിൽ. സോ നമുക്കൊരിക്കലും നല്ലൊരു ട്രേഡർ ആവാൻ കഴിയില്ല ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. 100 രൂപയിൽ പ്രോഫിറ്റിൽ നിങ്ങൾ എൻഡ് ചെയ്തിട്ടുണ്ടോ, യു ആർ എ ഗ്രേറ്റ് ട്രേഡർ. ഇൻ ദ സെൻസ് ഇപ്പോൾ ഒരു ഗ്രേറ്റ് ട്രേഡർ എന്നല്ല, യു ബിക്കം എ ഗ്രേറ്റ് ട്രേഡർ. കാരണം മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലാണ് നിങ്ങൾ പോയിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 100 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ട്രേഡർ ആവും, ഉറപ്പാണ്. ആൻഡ് ഇന്നത്തെയൊക്കെ ഈ ഒരു ഫോളിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഏറ്റവും ടോപ്പ് ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് ഏറ്റവും ബോട്ടം ക്യാച്ച് ചെയ്തു? പറ്റൂല, ചെയ്യൂല. കാരണം എന്താണെന്നറിയാം, മാർക്കറ്റ് ഒരു ഡയറക്ഷൻ്റെ താഴെ ഫോള് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ട്രേഡിലേക്ക് ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. രാവിലെ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ വെച്ചൊരു ട്രേഡിനെ പ്ലാൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ചെറിയ സ്കാൽപ്പിങ്ങളോ കാര്യങ്ങളോ കിട്ടിയിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ടാവും എന്നല്ലാതെ ഒരു ഭയങ്കര ക്വാണ്ടിറ്റിയിൽ ഒരാൾ ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല. ട്രേഡിനെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം എന്ത് വേണം?
പ്രൈസ് ഒന്ന് റിവേഴ്സൽ പോയിട്ട് താഴേക്ക് വരണം. അങ്ങനെ വന്നാലേ അതിൻ്റെ പൊക്കത്തായേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിലായാലും എവിടെയായിരിക്കും കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക? നിങ്ങളൊന്ന് ആലോചിക്കുക. 46,500 അടുത്തുനിന്നാണ് 200 അടുത്തുനിന്നല്ലേ ഈ ഫോൾ വരുന്നത്. സോ 46,200 അടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ഫോളിൽ അവിടെ കൊണ്ടുപോയിട്ട് അയാൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുമോ? പറ്റൂല അല്ലേ. 46,500 അടുത്തല്ലേ ഇന്ന് എത്രയില്ല മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്? യെസ്, 46,600 ആ ഒരു റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റിന്റെ ഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ പ്രോപ്പർ ഒരു സിഗ്നൽ കിട്ടാതെ അവരാരും ഒരിക്കലും 2 മിനിറ്റിന്റെ അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ പ്രൈസിന്റെ സ്ട്രക്ചറിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കൂല. അവരുടെ ടാർഗറ്റുകൾ വലുതായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടൊരു സിഗ്നൽ കിട്ടാതെ അവർ വലിയ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യൂല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് താഴേക്ക് വീണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ലോങ്ങിൽ പോയിട്ടുള്ള ആളുകൾ, പ്രീവിയസ്ലി ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ആളുകൾ ഒരു പരിധിക്കപ്പുറം അവരവരുടെ പൊസിഷൻസിനെ സ്ക്വയർ ഓഫ് ചെയ്യുന്നതിനനുസരിച്ച് ഓപ്ഷൻ സെല്ലർ എങ്ങനെ പേടിക്കുമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ട് മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിന് പുതിയ ഒരു സെൽ ഓഫ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോളുന്നില്ല. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും മാർക്കറ്റ് താഴേക്ക് വരും. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഒന്നുമല്ല, മന്ത്ലി എക്സ്പയറി ആണ് വരാൻ പോകുന്നത്. ആൻഡ് അത് കഴിഞ്ഞാൽ അടുത്ത വീക്കിലേക്ക് വീണ്ടും പ്രീമിയം നല്ലതുപോലെ കൂടാനുള്ള സാധ്യത അവിടെയുണ്ട്. ഓഫ് കോഴ്സ്, കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത വീക്കിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ബജറ്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ ബോണസ് ആയിട്ട് നമുക്ക് വോളറ്റൈലിറ്റിയും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. എന്താണോ പ്രൈമറിലി ചാർട്ടിൽ കാണാൻ പറ്റുന്ന ട്രെൻഡ്, ആ ട്രെൻഡിനനുസരിച്ച് മാത്രം ട്രേഡുകളെ പ്ലാൻ ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ലോസുകൾ ഉണ്ടാക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോകാം. എങ്ങനെയാണ് ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പർ അപ്ഡേറ്റ് ഒന്നും തരാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 9:31 ഞാൻ എൻ്റെ PE ട്രേഡ് പ്ലാൻ ചെയ്യണേ. ആ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതോടുകൂടി എൻ്റെ 2 സിസ്റ്റവും സ്റ്റക്കായി, വർക്ക് ആവുന്നില്ല. അപ് സ്റ്റോക്സിൽ എനിക്ക് ഇൻ ആൻഡ് ഔട്ട് ചെയ്യാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഇത് റീസ്റ്റാർട്ടൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും മാർക്കറ്റിൻ്റെ പാട്ടിന് പോയി, എൻ്റെ മൂഡിൻ്റെ പാട്ടിന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഭ്രാന്ത് വന്നിട്ട് ചെറിയൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്, പിക്ക് ചെയ്തിട്ടുണ്ട് PE-യിലേക്ക് തന്നെ. ബട്ട് ഇത്രയും നല്ലൊരു ഫോൾ വന്ന മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ളൊരു പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, തീരെ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. ബട്ട് റിഗ്രറ്റ് ഒന്നുമില്ല. ഗോൾഡും ബാക്കിയുള്ള കറൻസി പെയർസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അതിനകത്തൊക്കെ ചെയ്തിട്ട് ഒപ്പിച്ചിട്ടുണ്ട്. ആൻഡ് എന്നും ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, നമ്മളുടെ കണ്ടീഷനിൽ വന്നപ്പോൾ ഞാൻ ആ ട്രേഡ് എടുത്തു. ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. ആൻഡ് മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ പോയിട്ടില്ല. ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത ട്രേഡ് തന്നെയായിരിക്കും ഇന്ന് ആ ഒരു ചാർട്ടിലുള്ള ഏറ്റവും സൂപ്പർ ബെസ്റ്റ് ട്രേഡായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് കുറച്ച് ആൾക്കാർ, 1-2 ആൾക്കാർ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായില്ല. അവർക്കും മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി, അവരും അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഞാനത് എക്സിറ്റ് ആയ സമയത്ത് തന്നെ ഞാൻ 3-4 പ്രാവശ്യം വെറുതെ പിടിച്ച് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ 5ാമത്തെ 6ാമത്തെ പ്രാവശ്യം ഒരു പോക്കങ്ങൾ പോയി. അതിനകത്ത് ആരൊക്കെ എക്സിറ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. സോ മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഒരുപാട് ഇൻട്രോ പറഞ്ഞു തീർന്നു നമ്മൾ. പറയാനുള്ള കാരണം കൗണ്ടർ ട്രേഡുകൾ ഒരുപാട് വരുന്നതുകൊണ്ടാണ്. ഗ്രൂപ്പിൽ ഞാൻ അതുകൊണ്ടാണ് അവിടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ കൗണ്ടർ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ പോകുന്നത്. സോ കൗണ്ടർ ട്രേഡുകളെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും ട്രെൻഡിന്റെ കൂടെ ട്രേഡിനെ പ്ലാൻ ചെയ്യുക. ഒരു പരിധിയിൽ കൂടുതൽ ഫോളുകൾ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സപ്പോർട്ടിനെ റെസ്പെക്ട് ചെയ്യില്ല, സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യും, റെസിസ്റ്റൻസിനെ റെസ്പെക്ട് ചെയ്യും. ഇതാണ് മാർക്കറ്റിന്റെ ബേസിക് ഫണ്ട എന്ന് പറയുന്നത്. സോ കാര്യം മനസ്സിലായിട്ട് വിശ്വസിക്കുകയാണ്. ചാർട്ടിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഇപ്പൊ നമ്മളുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. എന്തൊരു നല്ല ഫോളാ നോക്കി, എന്തൊരു ഭീകരമായിട്ടുള്ള ഫോളാ നോക്കി. എവിടെയെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാൻഡലിന്റെ റിവേഴ്സ് സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഈ ഒരു കൺസോൾട്ടേഷൻ കണ്ടപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് 45,400 എന്നുള്ള ലെവലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് വന്നാൽ മാത്രം ബൈനെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. ഇതിന് മുമ്പ് ബൈ എന്നുള്ള പരിപാടി വരണില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനതിനെ മെൻഷൻ ചെയ്ത് ഇടുകയും ചെയ്യാണ്ടിരുന്നത്. ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തപ്പം ഇവിടെ കുറച്ച് ആൾക്കാർ ചാടി കയറുമെന്നുള്ള ചിന്ത എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിനെ അപ്ഡേറ്റും ചെയ്യുന്നതിനകത്ത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ 50 മിനിറ്റ് ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായതിനു ശേഷം, ഫസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഫോള് തുടങ്ങിയതിന് ശേഷം ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ മാർക്കറ്റിന്റെ സപ്പോർട്ടുകളെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടേ വരികയാണ് അല്ലേ. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ട്രേഡർ അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആവില്ല. അൺടിൽ ആൻഡ് അൺലെസ് അയാൾക്ക് എന്ത് കിട്ടണം? ഇവിടെ വന്നിട്ട് ഒരു ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യം ഞാൻ പറയുന്നത്, തോന്നലിന്റെ പുറത്ത് ട്രേഡിലേക്ക് ചാടി കയറുന്ന കാര്യമല്ല പറയുന്നത്. ഇവിടെ വന്നിട്ട് ഒരു പ്രൈസ് റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ
എങ്കിൽ മാത്രമേ അവരിതിനകത്ത് ട്രൈ പോലും ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ SL ഹിറ്റ് ആകുമ്പോൾ മാർക്കറ്റ് ഇങ്ങോട്ടെത്തും, ഇവിടുത്തെ SL ഹിറ്റ് ആകുമ്പോൾ മാർക്കറ്റ് ഇങ്ങോട്ടെത്തും, ഇവിടുത്തെ SL ഹിറ്റ് ആകുമ്പോൾ മാർക്കറ്റ് ഇങ്ങോട്ടെത്തും, ഇങ്ങനെ മാർക്കറ്റ് വന്നുകൊണ്ടേയിരിക്കും. സോ സിമ്പിൾ ഫണ്ടയാണ്. മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്കാണ്, ഒരു അപ് ട്രെൻഡിലാണ് ഉള്ളതെങ്കിൽ മാർക്കറ്റിന്റെ റെസിസ്റ്റൻസുകളെ ബ്രേക്ക് ചെയ്യും, ഈ സപ്പോർട്ടിനെ റെസ്പെക്ട് ചെയ്യും. മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിന്റെ സപ്പോർട്ടുകളെ ബ്രേക്ക് ചെയ്യും, റെസിസ്റ്റൻസുകളെ റെസ്പെക്ട് ചെയ്യും. ഇതാണ് മാർക്കറ്റിന്റെ സിമ്പിൾ ഫണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ മാർക്കറ്റ്. സോ മാർക്കറ്റ് സ്ട്രക്ചർ എങ്കിലും ഏറ്റവും മിനിമം എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ആക്ഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്, കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, റാലി ബേസ് റാലി എന്നുള്ളൊരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ റാലി ബേസ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. പൊടി തട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പോയിട്ട് കാണുക. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി വീഡിയോ ലൈക്ക് അടുത്ത എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് നമുക്കത് പ്ലാൻ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നത് സ്ട്രാറ്റജി ആയിട്ടും അതുപോലെ തന്നെ മാർക്കറ്റിന്റെ പ്രൈസ് ആക്ഷന്റെ ബേസിക് ഫണ്ട് ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ആൻഡ് ഇനി ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ വെച്ചിട്ടല്ല, പ്രോപ്പർ പ്രൈസ് ആക്ഷനെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോനെ പ്ലാൻ ചെയ്യാം. ഇനി എന്താണ് നാളത്തേക്ക് എന്ന് നോക്കുമ്പോൾ ഈ ഒരു ചാർട്ട് ഉണ്ടല്ലോ, ഈ ഒരു ചാർട്ടിൽ ഈ ഒരു പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് ആണ് 44,900 എന്നുള്ള പോയിന്റ്. സോ അതിന്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, 44,850 എന്നുള്ള ലെവലിൽ മാർക്ക് ചെയ്യാണ്. 44,850 ഓൺ ദ അപ്പർ സൈഡ് ഞാൻ മാർക്ക് ചെയ്യുന്നത്, ഞാൻ പേരിന് ഇവിടെ 45,200 എന്നുള്ള ലെവലിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ പ്രോപ്പറായിട്ട് മുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിന്റെ ഉള്ളിലോ ഓർ എൽസ് ഈ റേഞ്ചിന്റെ പുറത്തോ എനിക്കൊരു പ്രൈസ് ആക്ഷൻ കിട്ടണം. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റം ഉണ്ടാവും. കാരണം മാർക്കറ്റ് ഇവിടെ സ്റ്റക്ക് ആകുമ്പോഴേക്ക് തന്നെ ഇവിടെ ഹോൾഡ് ചെയ്ത് പോയിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കവറിംഗ് മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ചോപ്പിനെസ് മാത്രം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡിന് ഒരു കാരണവശാലും ഈ ഒരു ചാർട്ടിൽ പ്ലാൻ ചെയ്യരുത്. മാർക്കറ്റ് എത്ര വന്നതാ എന്നുള്ളൊരു ചിന്തയിൽ കാര്യങ്ങൾ എടുക്കരുത്. നമ്മൾ ഹാർഡ് ഏൺ ചെയ്തിട്ടുള്ള മണിയാണെന്നുള്ള കാര്യം ചിന്തയിലുണ്ടാവുക. ആൻഡ് ഇൻ എനി ചാൻസ് ഇവിടുന്ന് മാർക്കറ്റ് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഒരു ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റിന്റെ ഒരു 2 ക്യാൻഡിൽ നിന്നുള്ള ട്രേഡ് ചെയ്തിട്ട് ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ ഫോൾ ഉണ്ടാവും. കാരണം 46 ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, അതായത് നമ്മളെ 45,000 എന്നുള്ള ലെവല്. സോ ഈ 45,000 താഴെ കാണേണ്ട ഇൻ ദ സെൻസ് ഇത്രയും ഫോൾ വന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ PE സെല്ലേഴ്സ് ഒന്നും അതിനകത്തില്ല. ഓപ്ഷൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ബട്ട് എന്നാലും ഉണ്ടാവേണ്ട ഒരു മൊമെന്റം ഇവിടെ പെൻഡിങ് ഉണ്ട്. ആൻഡ് പൊസിഷണൽ ഷോട്ടുകളും നല്ല രീതിയിൽ കവർ ആവും. കാരണം പ്രീവിയസ്ലി നല്ല ഒരു മൊമെന്റം പിക്കപ്പ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ പൊസിഷൻ ഷോട്ട്സ് വീണ്ടും കവർ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫർദർ നല്ലൊരു ഫോളും കൂടി നമുക്കിവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവല് എന്ന് പറയുന്നത് പ്രീവിയസ്ലി നമുക്ക് ഉണ്ടായിരുന്ന ഒരു പിന്നെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ലെവൽ കൂടിയാണ്. സോ അതിന്റെ താഴത്തേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല ഒരു ഫോള് താഴത്തേക്ക് ഉണ്ടാവും. സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി എന്താണ് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഇനീഷ്യലി പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യാനേ പോകുന്നുള്ളൂ. ഗ്യാപ്പ് അപ്പ് കിട്ടിയിട്ട് പ്രോപ്പർ ഒരു പ്രൈസ് സെക്ഷൻ ഉണ്ടാക്കിയിട്ട് ഒരു ഡബിൾ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ ഞാൻ മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ. അതിലെ താഴേക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയതുപോലെ ചെറിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാം. ഇന്നത്തെ ട്രേഡിന്റെ ലോജിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു പോയിന്റിലാണ് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കുന്നു. നമ്മുടെ ബ്രോക്കർ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഒന്നും അല്ല കേട്ടോ. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നു, ഒന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു, ഒന്ന് താഴേക്ക് വന്നു. ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. കാരണം ബ്രോക്കറുടെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ഒരു ഡോജി ക്യാൻഡിൽ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലെവലിനെ ഇവിടെ ഇവൻ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ 9:31 ക്യാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സിസ്റ്റം നന്നായിട്ട് ഗ്ലിച്ചും തന്നു, പണിയും തന്നു. പണി ഇൻ ദ സെൻസ് ലോസ് അല്ല, എയർലി എക്സിറ്റ് ആവേണ്ടി വന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ട്രേഡായിരുന്നു. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ട് ഓഫ് ദ ഗെയിം. സോ നമ്മൾ എന്തായാലും പോയിട്ടുള്ളത് മാർക്കറ്റിന്റെ കൂടെയാണെന്നുള്ളതാണ്. ആൻഡ് ഇതായിരുന്നു ഇന്ന് ട്രേഡിന്റെ ലോജിക്ക് എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പ്രീവിയസ്ലി മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നത് ഒരു ന്യൂട്രൽ സെന്റിമെന്റ്സിലായിരുന്നു. അതിനിടയിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി. ഇവിടെ എൻഡ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് 400+ പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണ്. അങ്ങനെ ഉണ്ടായിട്ട് ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലേ.
കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്താണ് ലോജിക്ക് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് പ്രോപ്പറായിട്ട് സ്ട്രക്ചർ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ മാത്രമാണ് ഞാൻ പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റിയിൽ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇനീഷ്യലി എൻ്റെ പ്ലാൻ ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. നല്ല ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ 44,500 എന്നുള്ള ലെവലിലാണ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നതെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ട്രേഡ് ഞാൻ ഫസ്റ്റത്തെ ക്യാൻഡിൽ നോക്കിയിട്ടോ ഫസ്റ്റ് പ്രോപ്പർ ഒരു ബുള്ളിഷ് ക്യാൻഡിലോ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 മിനിറ്റിലെങ്കിലും ഒരു പ്രൈസ് സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിലേക്കുള്ള രീതിയിലായിരിക്കും ഞാൻ ട്രേഡുകൾ ഉണ്ടാവുക. അത് ഈ അറ്റം വരെ എത്തും, 48,000 വരെ എത്തും എന്നുള്ള രീതിയിലാവില്ല. ഒരു ചെറിയ സ്കാൽപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാ ദിവസവും മാർക്കറ്റിലേക്ക് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ട്രേഡ് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓർ എൽസ് മാർക്കറ്റ് ഇവിടെ റേഞ്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ അടുത്ത ട്രേഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ പ്ലാൻ ചെയ്യരുത്. എങ്ങനെയാണ് ഗ്യാപ്പ് അപ്പിനെ ഗ്യാപ്പ് ഡൗണിനെ ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ പോയി കാണുക. അതിൽ നിന്ന് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ചാർട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറുടെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് 1 മിനിറ്റിൽ അതേ സിനാരിയോസ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാം. ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കാണാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഒരു ചെറിയ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലെങ്കിലും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് അല്ലേ. സോ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 21,190 എന്നുള്ള പോയിന്റാണ്. സോ ആ ഒരു പോയിന്റ് ഞാനിവിടെ വാച്ച് ചെയ്യാണ്, 21,190 എന്നുള്ള പോയിന്റിനെ. സോ 21,190 എന്നുള്ള പോയിന്റിനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് കിട്ടിയുള്ള 21,240 എന്നുള്ള ലെവൽ തന്നെയാണ്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്യാണ്. ലെറ്റ്സ് സേ 21,300ന്റെയും 21,190യുടെയും ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം ഇവിടെ ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് കുറച്ച് സമയം ലെറ്റ്സ് സേ ഒരു 15-45 മിനിറ്റൊക്കെ 30-45 മിനിറ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മുകളിലേക്കുള്ള ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്യുള്ളൂ. ഒരാൾസ് ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നല്ലൊരു ഫോൾ ഇവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എത്തേണ്ട പ്ലേസ് എന്ന് പറയുന്നത് 21,30 എന്നുള്ള ഈ ഒരു ലെവലിലേക്കാണ്. 21,30 എന്നുള്ള ലെവലാണ്. സോ ആ ഒരു ലെവൽ നമുക്ക് ഈസിലി അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു 1 ഡയറക്ഷണൽ ഫോൾ എന്നുള്ളതല്ല, സ്റ്റോപ്പ് ലോസിനെ പ്രോപ്പറായിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്തായിട്ട് കാണാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ആ ഒരു ലെവലിലാണ്. എഗെയിൻ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,920 എന്നുള്ള ലെവൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ താഴത്തെ കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ പാനിക് ആവുന്ന ഒരു സിനാരിയോ അവിടെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നല്ലൊരു വാട്ടർഫോൾ സിനാരിയോയിലേക്ക് മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി എന്താണ് മുകളിലേക്കാണ് മാർക്കറ്റിന്റെ അപ്രോച്ച് എങ്കിൽ, മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഈച്ച് ആൻഡ് എവറി 30-20 പോയിന്റ്സിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇത്രയും നല്ലൊരു ഫോൾ വന്ന മാർക്കറ്റ് ആയതുകൊണ്ട് ഏതൊരു പോയിന്റിലും സെല്ലർ ട്രൈ ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ മാർക്കറ്റിന്റെ സെന്റിമെന്റ് ഡൗൺ ആണ്. സോ ഓവറോൾ മാർക്കറ്റിന്റെ സെന്റിമെന്റ് ഡൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ചെറിയ ഓരോ ട്രയലും സിഇയുടെ പ്രീമിയം ഇറങ്ങി പോകും. ആൻഡ് കറന്റ്ലി മാർക്കറ്റിന്റെ കണ്ടീഷൻ അപ്പ് ആയതുകൊണ്ട് പിഇയുടെ പ്രീമിയം കൂടുമില്ല. ഇനി സിയുടെ പ്രീമിയം ഇറങ്ങി പോകും. അപ്പോൾ പിയുടെ പ്രീമിയം കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ ഷോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. പിയുടെ പ്രീമിയം കൂടാനും പോകുന്നില്ല, സിയുടെ പ്രീമിയം കുറയുകയും ചെയ്യും. ആൻഡ് മോർ ഓവർ മറ്റന്നാൾ മന്ത്ലി എക്സ്പയറി കൂടിയാണ്. ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് പൈസയെങ്കിലും നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക. പ്രോപ്പർ ആയിട്ടൊരു പ്രൈസ് ആക്ഷൻ കിട്ടാനായിട്ടോ അല്ലെങ്കിൽ പ്രോപ്പർ റേഞ്ച് കിട്ടാനായിട്ടോ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നല്ല ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ ഗ്യാപ്പ് എങ്ങനെ ട്രേഡ് ചെയ്യുക എന്നുള്ള മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ, നിഫ്റ്റി ഫിൻ സർവീസിൽ ഈ ഒരു ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യുക. ലൈക്ക് 20,080 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 20,230 എന്നുള്ള പോയിന്റ് ആണ്. ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്തതിന്റെ താഴെ മുകളിലിരിക്കുന്ന മൊമെന്റം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി HDFCയിൽ എന്താണ് നമ്മൾ HDFCയിൽ വാച്ച് ചെയ്യേണ്ട ലെവൽസ്? HDFCയിൽ ലോവർ ലെവലായിട്ട് വരാൻ പോകുന്ന ഈ ഒരു ലെവലാണ് 1425 എന്നുള്ള ലെവലാണ്. 1425 താഴെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക. പ്രോപ്പറായിട്ട് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യണം. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് XAUയിൽ നമ്മുടെ സ്ട്രാറ്റജി എന്താ? ഗോൾഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാറ്. പഠിപ്പിച്ച് തരാൻ മടിയൊന്നും ഉണ്ടായിട്ടല്ല.
അത് ലൈക്ക് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. സോ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് കേട്ടോ. ആൻഡ് ഇനി എന്താണ് ICICI ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ICICI ബാങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് 1025 എന്നുള്ള ലെവലാണ്. 1025ന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗൈൻ ഒരു വീക്ക്നെസ് തന്നെ ആയിരിക്കും. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ആയിരിക്കും. ആൻഡ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ബാങ്ക് നിഫ്റ്റിയും കൂടി താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, 80 എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റിനെ ക്രൂഷ്യലായിട്ട് എടുക്കുക. 80 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നല്ലൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 80 എന്നുള്ളത് പ്രീവിയസ്ലി ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു എൻഡ് ചെയ്ത പോയിന്റും അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കുള്ള പോയിട്ടുള്ള പോയിന്റും ആൻഡ് അതുപോലെ തന്നെ പ്രീവിയസ്ലി നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത പോയിന്റ് കൂടിയാണ്. അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എഗെയിൻ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17556 ആൻഡ് അതുപോലെ തന്നെ അപ്പർ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1840 എന്നുള്ളതാണ് ക്രൂഷ്യൽ ലെവൽസ് വരാൻ പോകുന്നത്, മേക്ക് ഓർ ബ്രേക്ക് ലെവൽസ് വരാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വോൾട്ടാലിറ്റി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നൈദർ ഭയങ്കര ബാരിഷും അല്ല ഭയങ്കര ബുള്ളിഷും അല്ല എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി എന്താണ് ഇൻഫീൽഡ് 1645 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇതിനകത്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇൻഫി TCSും അവർ രണ്ടുപേരും കൂടി ഇന്ന് നന്നായിട്ട് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് വീണേനെ. അവർ രണ്ടുപേരും ഇന്ന് ചെറുതായിട്ട് മാത്രമേ താഴത്തേക്ക് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ ഇത് തന്നെയാണ്, 3860 എന്നുള്ളതാണ്. 3860 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നല്ലൊരു ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് TCSൽ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഇവൻ നമ്മൾ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്നാൽ 3670 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 2670 എന്നുള്ള ലെവലിൻ്റെ മുകളിലാണോ താഴെയാണോ റിലയൻസ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. സോ അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും മുഖവിലേക്ക് എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അനാലിസിസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം, മാർക്കറ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.